ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു തലശ്ശേരി സ്പെഷ്യൽ കക്കറോട്ടി ഉണ്ടാക്കിയാലോ. കക്കറോട്ടി, കുഞ്ഞുറോട്ടി, കുഞ്ഞിപ്പത്തലി എല്ലാം പറയും. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, വലിയുള്ളി, വലിയ ജീരകം ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്യുക. എന്നിട്ട് പത്തിരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്തിട്ട് കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് 20 to 30 മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കണം. ഞാൻ ഈസിനെസ്സിന് വേണ്ടിയിട്ട് പത്തിരിപ്പൊടി എടുത്തതേ ഉള്ളൂ. ശരിക്കും നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പുന്നി ബോയിൽഡ് റൈസ് 3 to 4 hours സോക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് തേങ്ങ, വലിയ ജീരകം, ഉള്ളി ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് പത്തിരിപ്പൊടി ഇട്ട് റൈസ് ബോൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് മോർ ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിതിലേക്കൊരു കറി ഉണ്ടാക്കണം. കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ ഹീറ്റ് ചെയ്യുക. അതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജസ്റ്റ് സോട്ട് ചെയ്യുക. അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല നന്നായിട്ട് മിക്സ് ചെയ്യുക. സോട്ടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 750 grams ഓഫ് ബീഫാണ് ആഡ് ചെയ്തിട്ടുള്ളത്. കക്കറോട്ടി നമുക്ക് ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും മട്ടൺ വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ ഞാൻ കൂടുതലായിട്ടും കറക്റ്റ് ഒതൻറ്റിക് ടേസ്റ്റ് വേണമെങ്കിൽ ബീഫ് വെച്ച് ഉണ്ടാക്കുമ്പോഴായിരിക്കും കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് 6 to 7 വിസിൽ ബീഫ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. തേങ്ങ, വലിയ ജീരകം ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി കറി സീസൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോട്ട് എടുക്കുക. അതിലേക്ക് ഗീ ആഡ് ചെയ്തിട്ട് ഷാലറ്റ്സ് ഉണ്ടെങ്കിൽ ഷാലറ്റ്സ്, അല്ലെങ്കിൽ വലിയുള്ളി, പച്ചമുളക്, കറിവേപ്പില ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കറിയും കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കോക്കനട്ട് പേസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ബോൾസും കൂടെ ആഡ് ചെയ്യാം. റൈസ് ബോൾസ് ആഡ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും തണിഞ്ഞിട്ട് വേണം ആഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഇനി നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യുക. അത് ജസ്റ്റ് ഒന്ന് ഈ ഒരു കറിയും ആ ഒരു റൈസ് ബോൾസും നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ ഗാർണിഷ് ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ നാടൻ ഉമ്മമാരെല്ലാം ഉണ്ടാക്കുന്ന സെയിം ടേസ്റ്റാണ്. പൊന്നി ബോയിൽഡ് റൈസും കൂടെ വെച്ചിട്ട് റൈസ് ബോൾസ് ഉണ്ടാക്കുകയാണെങ്കിൽ മോർ ടേസ്റ്റിയർ ആയിരിക്കും. താങ്ക് യു.